അതെ, ഒരു മതത്തിനെ മാത്രം ഇങ്ങനെ ചൂഷണം ചെയ്യണ പോലെ അവരുടെ അവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രമാണല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണോ? അല്ലല്ല, ഞാൻ ഇസ്ലാമല്ല, ഞാനൊരു ഹിന്ദുവാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ലോകത്ത് നടക്കുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതായത് ഇപ്പോ ഇസ്രായേൽ പലസ്തീൻ അങ്ങനത്തെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതിന്റെ പിന്നിലുള്ള മതങ്ങൾ ഏതാന്ന് പറയാം. ഓക്കെ. വഖഫ് നിയമം ഏതാ മതം അതിന്റെ പിന്നിൽ? അതെ, മുസ്ലിമാണ്. അടുത്തത് യൂണിഫോം സിവിൽ കോഡ് ഏതാ മതം? മുസ്ലിം തന്നെ, മുസ്ലിം. സ്വവർഗ ലൈംഗികതയ്ക്ക് എതിരെയുള്ള നീക്കങ്ങൾ അതേതാ മതം? അതും മുസ്ലിം തന്നെയാണ്. ഓക്കെ. ഇനി സ്കൂളിൽ യൂണിസെക്സ് യൂണിഫോമിനെതിരെയുള്ള പ്രക്ഷോഭം ഏതാണ് മതം? അതെ, അതും മുസ്ലിം തന്നെയാണ്. ഓക്കെ. ഇനി ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ അക്രമം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മതം ഏതാണ്? മുസ്ലിമാണ്. കേൾക്കൂ. ഇനി നെതർലാൻഡ്സിൽ കഴിഞ്ഞ ദിവസം ജൂതന്മാരെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി, അത് ഏത് മതവിശ്വാസികളാണ്? ഇനി ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെയും അതുപോലെ മറ്റു മതസ്ഥരെയും കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് ഏത് മതമാണ്? ഏതാന്ന് പറയൂ. ഉത്തരം ഏതാന്ന് പറയാൻ പറ്റുള്ളൂ. ഏതാന്ന് പറയൂ. അത് മുസ്ലിം തന്നെയാണ്.